അടുത്തതായി ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ കിഡ്സിൽ കെ ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ലെവൽ 1 ഈ അക്ഷരം ഇവിടെ പറയും വീണ്ടും കേൾക്കണമെങ്കിൽ ഇവിടെ റീപ്ലേസ് കൊണ്ട് കൊടുത്താൽ മതി. ഈ അക്ഷരം കീബോർഡിൽ കുട്ടി അല്ലെങ്കിൽ ടീച്ചേഴ്സ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ വളരെ ഉപകാരപ്രദമായ കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും മലയാളം ടൈപ്പിങ്ങും പഠിക്കാൻ വേണ്ടി വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനമാണിത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടമുണ്ട്, ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ താഴെ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ടൈപ്പ് ചെയ്ത് ആ പറയുന്നതിനനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലെവൽ 2 ശബ്ദം മാത്രമേ കേൾക്കൂ. നമ്മളെ പണ്ട് പറയുന്ന കേട്ടെഴുത്ത് പോലെ ശബ്ദം മാത്രം കേൾക്കും. അപ്പം അത് എന്ത് ചെയ്യണം, നമ്മൾ ടൈപ്പ് ചെയ്യണ്ടേ. അപ്പം ചില്ലക്ഷരങ്ങളും ഒക്കെ പഠിക്കാൻ നമുക്ക് ചെയ്തു നോക്കാനുള്ള പ്രവർത്തനമാണ്. അപ്പം 3-ാം ഘട്ടത്തിൽ സ്വരചിഹ്നങ്ങളും കൂടി ചേർത്ത അക്ഷരങ്ങളാണ് ടൈപ്പ് ചെയ്യാൻ വരിക. ലെവൽ 4 നമ്മൾ മുമ്പ് ശീലിച്ച കേട്ടെഴുത്ത് പോലെ ശബ്ദം മാത്രം കേൾക്കും. ആ ശബ്ദം കീബോർഡിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കണം. അപ്പോൾ ഇതിന് വേറെയും 3 ലെവലുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മലയാളം ടൈപ്പിംഗ്, മലയാളം ടൈപ്പിംഗ്, പ്രത്യേകിച്ച് മലയാളം ടൈപ്പിംഗ് ലാംഗ്വേജ് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മലയാളമാണ് സെറ്റ് ചെയ്തത്. ലോകത്തുള്ള ഒരുപാട് ഭാഷകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മലയാളം ഇംഗ്ലീഷൊക്കെ ടൈപ്പിംഗ് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. 4-ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഈ മലയാളം ടൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ടീച്ചേഴ്സിന് ഒരു വലിയ കടമ്പയാണിത്, ഈ മലയാളം ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അതിനെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ്.